ഹലോ മക്കളെ, സെക്കൻഡ് ടൈം എക്സാമിന് ഫിസിക്സിനകത്ത് എപ്പോഴും നമുക്ക് പ്രോബ്ലങ്ങൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ ആ പ്രോബ്ലത്തിന് വേണ്ട ഇക്വേഷനും അതിന്റെ യൂണിറ്റും പഠിച്ചു വെക്കണം. വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടെത്താൽ ഇക്വേഷൻ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പ്രകാരം F=ma. ഇതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന് നമ്മൾ പറയുന്ന പേര് ന്യൂട്ടൺ. അപ്പോൾ ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന് ഓർത്തിരിക്കുക. മൊമെന്റം കാണാൻ പറഞ്ഞാൽ നമുക്ക് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ മൊമെന്റം, ഫൈനൽ മൊമെന്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ മൊമെന്റം കാണാൻ ഇക്വേഷൻ P=m×v എന്നാണ്. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം വരും. അങ്ങനെയെങ്കിൽ നമ്മുടെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് ഓർത്തിരിക്കുക. ഇനി ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ആ ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ mv - mu എന്നാണ്. ഇതിന്റെ യൂണിറ്റും കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് തന്നെയാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ട റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഇത് കാണാൻ പറഞ്ഞാൽ mv - mu/t എന്ന് പറയും. ഇതിന്റെ യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ആവേഗം എന്ന് പറഞ്ഞാൽ I=F×t എന്നാണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്. അതുകൊണ്ട് ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ് എന്നാണ്. വർക്ക് എന്ന് പറഞ്ഞാൽ W=F×s എന്നാണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്. അതായത് ബലം ഇൻറ്റു സ്ഥാനാന്തരം എന്നാണ്. അപ്പൊ ന്യൂട്ടൺ സെക്കൻഡ് എന്ന് പറയുന്നു, ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുന്നു. അതിനെ നമ്മൾ എന്ത് പറയുന്നു? ജൂൾ എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും ഇക്വേഷനും അതിന്റെ യൂണിറ്റും ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്.